ശ്രീ പാണ്ഡ്യാല ഷാജി, സ്വർണത്തെ ചെമ്പാക്കിയ ജാലവിദ്യക്കാരനാണ് മുരാരി ബാബു. മുരാരി ബാബുവിൻ്റെ പശ്ചാത്തലമാണ് ഞാൻ ഹ്രസ്വമായി ആമുഖത്തിൽ പറഞ്ഞത്. കോൺഗ്രസ്സുകാരനായിരുന്നു. 2014 CPM-ലെത്തിയതോടെ മുരാരി ബാബു ദേവസ്വത്തിൽ ഓൾ ഇൻ ഓളായി. തിരുവിതാംകൂർ ദേവസ്വത്തിൽ AKG സെൻറ്ററിൽ നിന്നുള്ള കൊട്ടേഷനുകളെല്ലാം ഏറ്റെടുത്ത് നടപ്പാക്കുന്നത് മുരാരിയായി മാറി. സെൻറ്ററിലെ സഖാക്കന്മാരുടെ കണ്ണിലുണ്ണി. പാർട്ടി കണക്ഷൻ ഒരു വശത്ത്, NSS ബന്ധം മറുവശത്ത്. ജനറൽ സെക്രട്ടറിയുടെ സ്വന്തക്കാരൻ. പെരുന്നക്കാർക്ക് അതറിയാം, പരസ്യമായ രഹസ്യമാണ്. NSS ജനറൽ സെക്രട്ടറിയുടെ CPM ആഭിമുഖ്യത്തിൻ്റെ ഇടനിലക്കാരനും ചാലകശക്തിയുമാണ് പെരുന്നക്കാരൻ മുരാരി ബാബുവെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. പറഞ്ഞു വരുന്നത് ശബരിമലയുടെ ഇന്നത്തെ അപജയത്തിന് ആക്കം കൂട്ടിയത് ട്രേഡ് യൂണിയനിസമാണ്. എവിടെയും എന്ന പോലെ കാശ് പൂക്കുന്നിടം കണ്ടാൽ കമഴ്ന്നു വീഴുന്ന സഖാക്കന്മാരുള്ള പാർട്ടി സംവിധാനം മുരാരിമാരിലൂടെ കോടികളുണ്ടാക്കി. കൂട്ടത്തിൽ ബാബുവും തിന്നുകൊഴുത്തു എന്നതല്ലേ യാഥാർത്ഥ്യം? ശ്രീ പാണ്ഡ്യാല ഷാജി. നമ്പ്യാർ, ഇതിനകത്തുള്ള ഒരു വലിയ വിഷയം, ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുന്നവർ എന്തിനാണ് ഈ ശബരിമല പോലുള്ള ഒരു വലിയ ആരാധനാലയത്തിൻ്റെ നേരെ കൈവെക്കുന്നത്? ഇതാണ് അതിൻ്റെ ബേസിക്കായ ചോദ്യമാണ്. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അത് അടിസ്ഥാനപരമായ വിഷയമാകുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാനപരമായ ഒരു സങ്കല്പവും സാമൂഹ്യ വീക്ഷണം എന്ന് പറയുന്നത് പ്രകൃത്യാതീതമായ മറ്റൊരു ശക്തിയില്ല എന്നുള്ള അടിസ്ഥാന ധാരണയും അടിസ്ഥാന സങ്കല്പവുമാണ്. ഈ അടിസ്ഥാന സങ്കല്പത്തിന് തികച്ചും വിരുദ്ധമായ ഒരു ദിശയിലൂടെ സഞ്ചരിക്കുന്നതാണ് വിശ്വാസബന്ധിതമായിരിക്കുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഭവങ്ങൾ. ഇത്തരമൊരു അവസ്ഥയെ പുണരുക എന്നതിൻ്റെ ഭാഗമായി അയ്യപ്പ സംഗമം പോലുള്ള ഒരു സംഗമം, ഒരു പരിപാടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നേരിട്ട് അതിൽ ഇടപെട്ട് നടത്തുക വഴി ഉണ്ടായിട്ടുള്ളത് പാർട്ടിയുടെ ഏത് ടാക്ടിക്കൽ ലൈനെ വിശദീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളതിലാണ് പ്രാഥമികമായിരിക്കുന്ന ചോദ്യം. ഏത് ടാക്ടിക്കൽ ലൈൻ, ഏത് അടവ് നയത്തിൻ്റെ ഭാഗമാണ് ഈ സാധനം? ഇങ്ങനെ ഒരു അടവ് നയം എന്ന് പറയുന്നത് എന്താണ്? ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. മൂന്നാം തവണ അധികാരത്തിൽ വരാനുള്ള ഒരു ഭൂരിപക്ഷ സമുദായത്തിൻ്റെ സ്വാധീനത്തെ തങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരിക എന്ന് പറയുന്ന വളരെ ഹീനമായ ഒരു രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമാണ് സത്യത്തിൽ ഈ ശബരിമലയിൽ ഇവർ കൈവെക്കാനുണ്ടായിരിക്കുന്ന കാരണം. ഒന്ന്. രണ്ടാമത് എന്താണെന്ന് പറഞ്ഞാൽ പണത്തോടുണ്ടായിരിക്കുന്ന, സ്വർണത്തോടുള്ള എന്താ പറയുക, പിന്നെ ഒടുങ്ങാത്ത ആർത്തി. രണ്ടാമത്തെ വിഷയം. ഈ രണ്ട് വിഷയങ്ങൾ ചേർന്നപ്പോൾ സംഗതി എന്തായി തീർന്നു? വളരെ കൃത്യമായി ഇത് നടപ്പാക്കുന്നതിനാവശ്യമായിരിക്കുന്ന ഉപകരണങ്ങളെ കണ്ടെത്തണം. ഈ ഉപകരണങ്ങൾ പെട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരാളാണ് ഇപ്പോഴും ചിത്രത്തിൽ വന്നിട്ടില്ലാത്ത, എന്നാൽ ചിത്രത്തിൽ ഉണ്ടായിരിക്കുന്ന പിന്നെ N. വാസു എന്ന് പറയുന്ന മുൻ കമ്മീഷണർ, അതിനുശേഷം ഉണ്ടായിരിക്കുന്ന പ്രസിഡന്റ് കൂടി ആയിരിക്കുന്നയാൾ. അദ്ദേഹം ഇപ്പോഴും ചിത്രത്തിന് മുന്നിൽ വന്നിട്ടില്ല. ഈ വരുന്ന ഒരു ചിത്രത്തിന്റെ ഭൂമികയിൽ നിന്ന് വേണം നമ്മൾ വാസ്തവത്തിൽ ഈ ശബരിമല പോലുള്ള ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യേണ്ടത്. അങ്ങനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, കോടതിയുടെ നിർദ്ദേശപ്രകാരം നടത്തുന്ന ഏത് അന്വേഷണം നടന്നാൽ പോലും, വിജിലൻസിന്റെ എന്ത് എൻക്വയറി നടന്നാൽ പോലും ഇതെല്ലാം പരിമിതമായ അർത്ഥത്തിൽ അവിടെ കിടക്കുകയാണ് ചെയ്യുക. ഈ പരിമിതമായ അർത്ഥത്തിൽ കിടക്കപ്പെടുന്നതിന് എന്താവും എന്ന് പറഞ്ഞാൽ, മുൻപേ വന്നിട്ടുള്ള ഏറ്റവും പ്രമാദമായിരിക്കുന്ന ഒരു പിന്നെ സ്വർണ്ണക്കടത്ത് സംഭവം ഉണ്ടല്ലോ, അതെന്തായി തീർന്നു എന്നൊരു വിഷയം കൂടെ ഇതുപോലെ ഇപ്പോഴും സ്റ്റിൽ അലൈവ് അതവിടെ കിടക്കുകയാണ്. ഇതുപോലെ ഈ ശബരിമല വിഷയവും ഒരു ആസന്ന മൃത്യുവിലേക്ക് കൊണ്ടുപോകാനുള്ള വളരെ ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിനകത്ത് ഇപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റി, അതോടൊപ്പം തന്നെ മുരാരി ബാബു, ഈ രണ്ടാളുകളെ മാത്രം സ്ട്രൈക്കറാക്കി വെച്ചുകൊണ്ട് കാണുക. ഇതിനകത്ത് യഥാർത്ഥത്തിൽ കോടതി ഇടപെടേണ്ടത്, കോടതി പറയേണ്ടിയിരുന്നത് ഇതിനപ്പുറത്തുള്ള ഒരു വലിയ അധികാര കേന്ദ്രമുണ്ട്. ഒരു വലിയ അധികാര കേന്ദ്രം ഇതിന്റെ പുറത്തുണ്ട്. ഈ അധികാര കേന്ദ്രത്തെ ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമാണ് യഥാർത്ഥത്തിൽ എന്ത് വരിക, ഇവർ എത്രമാത്രം ഇതിനകത്ത് ടൂളായിരുന്നു എന്ന് മനസ്സിലാക്കപ്പെടുക. നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു 2019 തൊട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ്, ഒരു പ്രക്രിയയാണ് ഈ സംഭവം. ഈ 2019 തൊട്ട് 10 വർഷക്കാലമാണ് ഇത് അടഞ്ഞു കിടന്നത്. ഈ അടഞ്ഞു കിടക്കുന്ന N. വാസു എന്ന് പറയുന്ന പിന്നെ കമ്മീഷണറെ കമ്മീഷണറാക്കി ഇരുത്തി അയാൾ പിന്നീട് ഇതിന്റെ പ്രസിഡന്റാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ ഉണ്ടാകുമ്പോൾ ഇത് ആരുടെ താല്പര്യപ്രകാരമായിരുന്നു?
എന്തിനാണ് ഈ എൻ വാസു എന്ന് പറഞ്ഞ ഒരാളെ ഇവിടെ കമ്മീഷണറായി കൊണ്ടുവരികയും അയാൾ പിന്നീട് ഇതിന്റെ പ്രസിഡന്റായി വരികയും ചെയ്തൊരു പ്രക്രിയ ഉണ്ടാക്കുന്നത്? ഇവിടെ വരുന്ന ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ പരസ്പര ബന്ധിതമല്ല എങ്കിൽ പ്രഥമ ദൃഷ്ടിയാ തോന്നുമെങ്കിലും ഏറ്റവും പരസ്പര ബന്ധിതമായിരിക്കുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം ഈ പേരാമ്പ്രയിൽ ഷാഫി എന്ന് പറയുന്ന എംപിക്കെതിരെ നടന്നിരിക്കുന്ന പോലീസിന്റെ അതിക്രമം ഉണ്ടായി. ഈ പോലീസിന്റെ അതിക്രമം ഉണ്ടായപ്പോൾ ആ പോലീസിന്റെ അതിക്രമത്തിനകത്ത് പോലീസുകാരെ തന്നെ കയ്യേറ്റം ചെയ്തു എന്ന് അവിടുത്തെ റൂറൽ SP-ക്ക് പറയേണ്ടി വന്നു. ആ പറയേണ്ടി വന്നൊക്കെ ചിത്രം ഉണ്ടായപ്പോൾ അത് ആരാണ് എന്നതിന്റെ വില AI വെച്ചിട്ട് അന്വേഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ സാധനം എന്തായി? ആ സാധനം ഞാൻ കുടുങ്ങിപ്പോയി. പക്ഷെ ഇന്ന് ഷാഫി വാർത്താ സമ്മേളനം നടത്തി പറയുമ്പോൾ അത് പോലീസിന്റെ അകത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുകയല്ല, പുറത്താക്കപ്പെട്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് കോൺക്രീറ്റ് ക്രിസ്റ്റൽ ക്ലിയർ തെളിവ് സഹിതം പുറത്തേക്ക് വരുന്നു. ഇവിടെ വരുമ്പോഴാണ് നമ്മൾ കാണേണ്ടത് ഇതെവിടെയാണ് പുറത്താക്കപ്പെട്ടിരിക്കുന്ന ഒരാളാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരാളായി ഷാഫി ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. ക്രിസ്റ്റൽ അതായത് ഈ തരത്തിലുള്ള എല്ലാ ഇടപാടുകളും നടത്തുന്നതിന് വളരെ കൃത്യമായിരിക്കുന്ന ഗൂഢാലോചന നടത്തുകയും ഈ ഗൂഢാലോചന നടത്തി അതെന്ത് ചെയ്യാണ് അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക. ശബരിമലയിൽ നടന്നത് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയാം വളരെ കൃത്യമായി നടന്നിരിക്കുന്ന ആസൂത്രിതമായിരിക്കുന്ന ഗൂഢാലോചന മാത്രമല്ല, ആസൂത്രിതമായിരിക്കുന്ന പ്ലണ്ടർ ആൻഡ് ലൂട്ടറിംഗ് ആണ്. ആസൂത്രിതമായ പ്ലണ്ടർ ആൻഡ് ലൂട്ടറിംഗ് ആണ്. ഈ പ്ലണ്ടർ ആൻഡ് ലൂട്ടറിംഗ് നടത്തിയ സംഭവത്തെ പോളിഷ് ചെയ്യുന്നതിന്റെ ഭാഗവും മൂന്നാം തവണ അധികാരത്തിൽ വരുന്നതിനുമാണ് വളരെ കൃത്യമായി അയ്യപ്പ സംഗമം എന്ന സംഭവം ഇവിടെ കൊണ്ടുവന്നത്. ഇനി ഒരു ഫൈനൽ പോയിന്റ് ഞാൻ പറയാണ്. ഈ അതുവരെ ഈ അയ്യപ്പന്മാരുടെ സംഗമത്തിനോ അയ്യപ്പന്മാരുടെ പൂജക്കോ അവിടെ പ്രാർത്ഥനയ്ക്കോ അവർ മലയോട്ടുന്നതിനോ ഇവിടെ എന്തെങ്കിലും പരാതി പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അയ്യപ്പന്റെ ഏതെങ്കിലും ഒരു സംഘടന ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഇവരോട് ആരാണ് ഇതിനകത്ത് ഇടപെടാൻ പറഞ്ഞത്? വാസ്തവത്തിൽ എന്ത് ഇടപെട്ടു? ഈ ഇടപെടുമ്പോഴും ഇതിന് ഇന്റൻഷൻ, വാട്ട് ഇസ് ദ ഇന്റൻഷൻ ബിഹൈൻഡ് ഇറ്റ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ആ ഉത്തരവ് എന്താണ്? തീവട്ടിക്കൊള്ളക്കാണ് ഇതിന്റെ ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണ്. ഈ ശ്രമത്തിന്റെ ഭാഗമാക്കുമ്പോൾ ഇതിനെ പോളിഷ് ചെയ്യാൻ എന്ത് വേണം? ഭൂരിപക്ഷ സമുദായമായിരിക്കുന്ന ഒരു സമുദായത്തിന്റെ വോട്ട് സമാഹരിക്കുക എന്ന അതിനീചമായ ദുഷ്ടരാക്കിന്റെ ഭാഗവും കൂടിയായിട്ടാണ് ഈ അയ്യപ്പ സംഗമം നടത്തിയത്. അയ്യപ്പ സംഗമം നടത്തിയതിന്റെ പരിണത ഫലവും കൂടിയാണ് ഇപ്പോൾ ഇത് വന്നത്. പക്ഷെ ഇതിലൂടെ പുറത്തു വന്നത് കൊണ്ട് മാത്രം എന്തെങ്കിലും ആയിട്ട് തീർന്നു എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലും സംഭവിക്കേണ്ടതുണ്ട് എങ്കിൽ സംഭവിക്കാനുള്ള ഒരു സാധ്യതയോട് പറഞ്ഞതിന്റെ ആദ്യത്തെ പോർഷൻ ഞാൻ അവസാനിപ്പിക്കാം. അത് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഈ ബോർഡിനെ പിരിച്ചുവിടണം. ഈ ബോർഡിനെ പിരിക്കുന്ന ഉത്തരവാദപ്പെട്ട തസ്തികരിക്കുന്ന മുഴുവൻ ആളുകളും രാജിവെക്കണം. ഇത് രാജിവെക്കുന്നില്ല എങ്കിൽ ഈ അധികാരത്തിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥാനത്തിന്റെ അധികാര ബലത്തിൽ എന്ത് ചെയ്യും? ഇത് മുഴുവൻ തന്നെ അട്ടിമറിക്കപ്പെടുന്ന അവസ്ഥ വരും. ഈ അട്ടിമറിക്കപ്പെടുന്ന അവസ്ഥയുടെ ഭാഗവും കൂടിയായിരിക്കാം ഒരു പക്ഷേ. എത്ര പെട്ടെന്നാണ് മുരാരി ബാബുവിനെ ജയിലിലേക്ക് അയച്ചത്? ഇത്രയും പെട്ടെന്ന് ജയിലിലേക്ക് കിടക്കുമ്പോൾ അവർ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യങ്ങളില്ല, തെളിവെടുപ്പിന്റെ വിഷയങ്ങളില്ല, ഒന്നുമില്ല, എല്ലാ സാധനവും കിട്ടിയിരിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ എന്ത് വേണം? മുരാരി ബാബു പറഞ്ഞിരിക്കണം ഇതിനകത്ത് വലിച്ചിഴച്ചയാൾ ആരാണ് എന്ന് അറിയാനുള്ള അവകാശം ആർക്കുണ്ട്? കേരളത്തിലെ മുഴുവൻ പൗരാവലിക്കുണ്ട്. ആ പൗരാവലി അറിയുന്നതിനുള്ള ബോധപൂർവമായിരിക്കുന്ന ശ്രമങ്ങളാണ് ഇത്തരത്തിലുള്ള ചർച്ചകളിലൂടെയും കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിത്തീരേണ്ടത്. ഒരു പോയിന്റ് കൂടി പറയാണ്. ഈ ഇപ്പൊ ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്ന ഒരു ഫൈൻഡിങ്സ് ഉണ്ടല്ലോ ഇപ്പോൾ. ആ ഫൈൻഡിങ്സിനകത്ത് നിലവിലുള്ള പ്രസിഡന്റ് പോലും ഇതിനകത്ത് യഥാർത്ഥത്തിൽ പ്രതിയാക്കപ്പെടാനുള്ള സാധ്യതയിലേക്ക് വരുന്നു. അപ്പോഴും ആര് വരുന്നില്ല? അതിശക്തനായിരിക്കുന്നയാൾ ആരാണ് ഇതിന്റെ പിറകിലുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ഗെയിം പ്ലെയർ? ആ ഗെയിം പ്ലെയറെ കണ്ടെത്തുക എന്നത് മാത്രമാണ് വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള ചർച്ചകളിലൂടെ രൂപം കൊള്ളേണ്ടത് എന്നാണ് എന്റെ പ്രാഥമികമായ വാദം. ബാക്കി ഞാൻ പിന്നീട് സംസാരിക്കാം.